ഒരു തടാകം ഒരു രാത്രി കൊണ്ട് 1700-ലധികം മനുഷ്യരുടെ ജീവനെടുത്തു. 1986 ഓഗസ്റ്റ് 21-ന് ആഫ്രിക്കയിലെ കാമറൂൺ സ്ഥിതി ചെയ്യുന്ന ലേക്ക് നയോസിൽ ലോകത്തെ ഞെട്ടിച്ച ഒരു ദുരന്തം സംഭവിച്ചു. ഈ തടാകം ഒരു സാധാരണ തടാകമായിരുന്നില്ല, ഇതൊരു വോൾക്കാനിക് ക്രിയേറ്റർ ആയിരുന്നു. വർഷങ്ങളായി തടാകത്തിന്റെ ആഴത്തിലുള്ള വെള്ളത്തിൽ വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടിഞ്ഞുകൂടിയിരുന്നു. അന്ന് രാത്രിയിൽ തടാകത്തിനുള്ളിൽ ഉണ്ടായ ഒരു പെട്ടെന്നുള്ളൊരു ഡിസ്റ്റർബൻസ് കാരണം ഈ ഗ്യാസ് വൻതോതിൽ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഉയർന്നു. കാർബൺ ഡൈ ഓക്സൈഡിന് നിറമോ മണമോ ഇല്ല. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അപകടം വരുന്നതായി മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ ഗ്യാസ് വായുവിനേക്കാൾ ഭാരമുള്ളതായിരുന്നു. അതിനാൽ അത് മുകളിലേക്ക് പറന്നു പോകാതെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പടർന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഏകദേശം 1700 ആളുകളും ആയിരക്കണക്കിന് മൃഗങ്ങളും മരിച്ചു. അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായില്ല, വലിയൊരു തീപിടുത്തവും ഉണ്ടായില്ല. ശബ്ദമില്ലാതെ കാണാനാകാത്ത ഒരു ഗ്യാസ് ആയിരുന്നു മരണത്തിന്റെ കാരണം. ലേക്ക് നയോസ് ഡിസാസ്റ്റർ പ്രകൃതി എത്ര അപ്രതീക്ഷിതമായി അപകടകാരിയാകാം എന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവാണ്.